തൃപ്പൂണിത്തുറ നമ്മൾ നോക്കുക. തൃപ്പൂണിത്തുറ നോക്കിക്കഴിഞ്ഞാൽ BJP വളരെ ഓർഗാനിക്കായിട്ട് വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്ന ഒരു മണ്ഡലത്തിൽ അത് സഖ്യകക്ഷിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. സത്യത്തിൽ ഓർഗാനിക്കായിട്ട് വളർന്നു വരികയും ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിനുള്ളിൽ ആ മണ്ഡലം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു വളർച്ചയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തവണ മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടിയതാണ്. അതുപോലും അവർ ചെയ്യുന്നില്ല. അതിലൊക്കെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്നാണ് പറയുക. ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്ന് BJP തീരുമാനിച്ചിട്ടുണ്ടാവുക ഏതാണ്ട് 90 സീറ്റുകൾ അതിൽ മത്സരിക്കുക, ബാക്കിയുള്ളതെല്ലാം തന്നെ ഘടകകക്ഷികൾക്ക് കൊടുക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യമായിരിക്കാം അവർക്കുള്ളത്. ഇപ്പൊ കഴക്കൂട്ടം നോക്കൂ. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥികളെ പറ്റി നമ്മൾ എന്ത് പറയും? ശരത്ചന്ദ്ര പ്രസാദാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. റിയലിസ്റ്റിക്കലി ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായം ഉണ്ടാകുമോ? സത്യത്തിൽ ഏതെങ്കിലും അവിടെ വേണമെങ്കിൽ തിരികെ ഡീൽ ആരോപിക്കാമല്ലോ. അവിടെ വേണമെങ്കിൽ തിരികെ ഡീൽ ആരോപിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദുർബലനായ ആളെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ വേറൊരു കാര്യമുണ്ട് മഞ്ജുഷ്, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പാലക്കാട് മണ്ഡലത്തിൽ ശ്രദ്ധ മുഴുവൻ NMR റസാഖിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നയാളാണ്, പക്ഷെ അദ്ദേഹവും പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല എന്നൊരു കാര്യമുണ്ട്. അവിടെ നമ്മൾ CPM-ന് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യം കോൺഗ്രസിനോടും ചോദിക്കാവുന്നതാണ്. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിലുള്ള കൈപ്പത്തിയാണ്. ശ്രീമാർ സാർ നേരത്തെ പറഞ്ഞു കൈപ്പത്തിയിലാണല്ലോ മത്സരിക്കുന്നത് എന്നുള്ള ലോജിക്ക് എവിടെ? കൈപ്പത്തിയിലാണ്. ചിഹ്നത്തിൽ കാര്യം എന്താ? ചിഹ്നത്തിൽ കാര്യം ഇപ്പൊ ചിഹ്നത്തിൽ CPM-ന്റെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിച്ചിട്ടാണോ KT ജലീലും മന്ത്രിയായി? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. പൊതുസ്വതന്ത്രന്മാർ അട്ടിമറി വിജയം നേടിയിട്ടുള്ളതാണ്.